അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ചെക്കലവാടത്തുള്ള KL16 ഗ്യാരേജിലെത്തിയിട്ടുണ്ട്. ഇത്തവണ എന്തായാലും ഒരു കാറിൻ്റെ ഫുൾ വാഷാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതേ വണ്ടി എന്തായാലും റാക്കിലോട്ട് ഇട്ടിട്ടുണ്ട്. ഫുൾ വാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് കാറ് പുറമേയും അതുപോലെ തന്നെ അകത്തുമൊക്കെ നല്ല രീതിക്ക് വാക്കമൊക്കെ പിടിച്ച് അതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. എന്തായാലും അതൊക്കെ ഷിജിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. ഇതൊരു ഷിജിനാണ്, ബുള്ളറ്റ് സോണിൽ മാത്രമല്ല ഷിജിനുള്ളത്, എല്ലായിടത്തും ഷിജിനുണ്ടെന്നുള്ളതാണ്. ഷിജിനെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് വാക്കം പിടിച്ചല്ലേ? ഇത് വാക്കം പിടിച്ച് അതൊക്കെ ഫുൾ ഇൻറ്റീരിയർ. ഓക്കെ, ആദ്യം ഇൻറ്റീരിയർ ചെയ്തതിനു ശേഷമാണ്. അപ്പോൾ ആദ്യം ഫുള്ളൊന്ന് പൊടിയെല്ലാം അടിച്ച് കളഞ്ഞിട്ട് ഫുള്ളൊന്ന് ഡാഷ്ബോർഡ് ഡോറ് സീറ്റ് എല്ലാം ഒന്ന് ഇൻറ്റീരിയർ ചെയ്തതിനു ശേഷം ഫുള്ള് വണ്ടി അണ്ടർ ബോഡി അടിച്ച് പിന്നെ ഫുള്ള് വാഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ടാണ് ഏറ്റവും കൂടുതൽ മണ്ണുള്ളത്. ഏറ്റവും മുന്നിൽ ആണെങ്കിലേ വണ്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ സമയത്ത് ഇതിൻ്റെ പൊടിയെല്ലാം അടിച്ച് പിള്ളേരെ കണ്ട് അവരെ മണ്ടേക്ക്. അതെ അത് പിന്നെ അവർക്ക് എഫക്റ്റഡ്. ഒരു സൈഡിൽ വാക്കം ചെയ്യുകയാണ്, അതേപോലെ തന്നെ മറ്റൊരു സൈഡിൽ ഇൻറ്റീരിയർ അങ്ങോട്ട് ക്ലീൻ ചെയ്യുവാണ്. ഇതേ കണ്ടോ. അങ്ങനെ വാക്കം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഫുള്ള് അടിപൊളിയായിട്ട് വാക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലീനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇൻറ്റീരിയർ ക്ലീനിങ്. ഇൻറ്റീരിയർ ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ള് ക്ലീൻ ചെയ്തില്ലേ അല്ലേ ബ്രോ, ഈ സൊല്യൂഷൻ വെച്ചിട്ട്? യെസ്. ബ്രോയുടെ പേരെന്താ? അരുൺ. ഓക്കെ, അപ്പോൾ അരുൺ ബ്രോയും ഷിജിൻ ബ്രോയും രണ്ടുപേരും കൂടെയാണ് ഇന്ന് നമ്മുടെ വണ്ടി അടിപൊളിയാക്കി തരുന്നത്. ഓൾറെഡി 2 വണ്ടി ഇവർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒന്ന് എസ് ക്രോസും പിന്നെ ഒരു ബ്രസ്സായി അപ്പുറത്ത് കിടപ്പുണ്ട്. ഞാനിത് രാവിലെ കൊണ്ടിട്ടാണേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ അതും കൂടി അത് ഓൾറെഡി ചെയ്തു. എനിക്കൊന്ന് ഇൻറ്റീരിയർ എല്ലാം ചെയ്തു തോന്നുന്നു, ഇനി വാഷേ ഉള്ളതെന്ന് തോന്നുന്നു അതിനും. ശരിയേ? അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് കാർ വാഷ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഫുൾ വാഷാണല്ലേ? ഫുൾ വാഷിൽ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് വരുന്നത്? ഫുൾ വാഷിലിപ്പോൾ വരുമ്പോഴത്തേക്കും വേക്കം പിന്നെ ഇൻറ്റീരിയർ പിന്നെ ഫുൾ വാഷ് അണ്ടർ ബോഡി ഉൾപ്പെടെ ഫുൾ വാഷ്. അത് ഫോം വാഷാണ്? അത് അത് ഫോം വാഷ് വരും. ഫോം വാഷ്. ഓക്കെ. അതല്ല ഫുള്ള് ബോഡി മാത്രമാണെങ്കിൽ അതിന് 300 വരുള്ളൂ. 300 ഉള്ളൂ. ഓക്കെ. ഇതിനാണെങ്കിൽ ഫുൾ വാഷ് ചെയ്യുന്നേക്കാളും എന്തുകൊണ്ടും 200 ഇട്ട് കഴിഞ്ഞാൽ 500 ആയിട്ട് ഇത് ഫുൾ വാഷ് ചെയ്യാം. 500 രൂപയ്ക്ക് നമുക്ക് ചെയ്ത് ഫുള്ള് അല്ലേ ഇത്രയും ക്ലീൻ ആക്കി തരും. ഇത്രയും ക്ലീൻ ആക്കി ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അത് എത്ര നേരം അല്ലേ, എത്ര നേരത്തെ പണിയാണ്. ഇത്രയും ക്ലീനും ആവത്തില്ല. കാരണം ഒന്നാമത്തെ കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്തുകൾ. അതെ, വണ്ടിയുടെ ബോഡി ഫുള്ള് സ്ക്രാച്ച് ആവും. അതെ. പിന്നെ നമുക്കത് പോളിഷ് കാര്യങ്ങളായിട്ട് പിന്നെ അതിന്റെ വേക്കം നടക്കേണ്ടി വരും. അതെ, മാക്സിമം നമ്മൾ ഇതിനൊക്കെ സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ ഷോറൂമിലോ കൊടുത്ത് ചെയ്യാൻ തന്നെ മാക്സിമം നോക്കണം. അതെ. ഷിജിന് മുന്നേ നിന്നത് നമ്മുടെ മാരുതി അല്ലേ, പോപ്പുലർ മാരുതിയിലാണ് നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് തരുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ വാഗണാറിനാണ് 500. വാഗണാറിന് മാത്രമാണ് 500. 7 സീറ്റർ ഇന്നോവ സ്കോർപ്പിയോ അങ്ങനെയുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ 700 റേഞ്ചിൽ വരും. ഓക്കെ. ഈ സെയിം ഇതൊക്കെ തന്നെയാണ് അല്ലേ ചെയ്യുന്നത് അവിടെ? ഓക്കെ. വണ്ടി വലുതാകുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് വില കൂടും. ഓക്കെ. എന്നാലും ഇപ്പൊ നമ്മുടെ മാക്സിമം 700 മേലോട്ടില്ല. ഇല്ല. ഓക്കെ. പിന്നെ ഈ
അല്ലാതെ വരുന്ന വണ്ടി ഇപ്പൊ ബസ്സൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ വിഹാൻസ് ഒക്കെ നമുക്ക് 24 സീറ്റർ ബസ്സുണ്ട്, അപ്പൊ അതൊക്കെ കൊണ്ടുവരണമെങ്കിലോ ഒക്കെയാണെങ്കിൽ ഒരു 1500 ആ റേഞ്ചില്. ഓക്കെ, അതെന്തായാലും ചോദിച്ചാലേ ബസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് കാരണം വണ്ടി കണ്ടിട്ട് നമുക്ക് ക്ലിയർ ആക്കി പറയാൻ പറ്റുള്ളൂ. അതെ, അതാണ് നല്ലത്. ഓക്കെ, അവർക്കും ബുദ്ധിമുട്ടില്ല. അതെ അതെ, സത്യം സത്യം. നമുക്ക് വരുന്നില്ല. എന്തായാലും വണ്ടി നിങ്ങൾ ഇപ്പോൾ ബോഡി വാഷ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഫുൾ വാഷ് എടുക്കുന്നെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് എന്താ പറയുക കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തരും. അതിൽ വേറൊരു സംശയമില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ഫോം വാഷിലേക്ക് പോകും. ഇവിടെ ഇപ്പോൾ എത്ര നാളായി കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 2 കൊല്ലമായി. ഓക്കെ, ഇവിടെ നമുക്കേ വണ്ടി വീട്ടിൽ പോയിട്ട് പിക്കപ്പ് ചെയ്ത് ഇപ്പോൾ കാറും പോയി പിക്കപ്പ് ചെയ്തല്ലേ അല്ലേ? ചിലപ്പോൾ ഞാനല്ലെന്നുണ്ടെങ്കിൽ വിഷ്ണു കൊണ്ടാണെങ്കിൽ നമ്മൾ രണ്ടുപേരുണ്ട്. ആ ഓക്കെ ഓക്കെ. അഥവാ വണ്ടി കൊണ്ടുവന്നിട്ട് അവർക്കൂടെ വെയിറ്റ് ചെയ്യാനാണെങ്കിൽ വെയിറ്റിംഗ് റൂമും ഉണ്ട്. ആ ഓക്കെ. ഇനി അതല്ല ഇപ്പോൾ അതല്ലാതെ തിരിച്ച് വീട്ടിലാക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോയി എടുത്ത് ഓക്കെ ഓക്കെ ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ തന്നെ വിട്ട് കൊടുക്കുന്നതാണ്. അതിന് അഡീഷണൽ ചാർജ് ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് ചെയ്ത് കൊടുക്കും. ഓക്കെ, വെരി ഗുഡ്. അത് ചാർജ് വരുന്നില്ല. ഓക്കെ, അതായത് ഇപ്പോൾ 700 രൂപ അല്ലെങ്കിൽ 500 രൂപ ആവുന്നതേ ആവത്തുള്ളൂ, വേറെ ഒരു കാശും ആവത്തില്ല. നമുക്ക് വീട്ടിൻ്റെ വെളി ഇറങ്ങേണ്ട ആവശ്യമില്ല അല്ലേ? വീട്ടിൽ ഇരുന്നാൽ മതി. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ എക്സ്ട്രാ അവർക്കിപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് പോരാന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് അവർക്ക് എടുത്ത് അയച്ചു കൊടുക്കണം. ആ ഓക്കെ ഓക്കെ. നമ്മളിവിടെ കാരണം ചിലവർക്ക് വണ്ടി കൊടുത്തുവിടാൻ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ബോഡി നമ്മൾ ക്ലീൻ ആക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയുള്ള ഡൗട്ടുകൾ നമ്മൾ വീഡിയോ എടുത്ത് അത് ചെയ്തിട്ട് വിത്ത് പ്രൂഫ് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. ആ അതെ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ പോലും അവരുടെ വണ്ടി ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, ചിലർക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിയിട്ടുണ്ടെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേ വണ്ടി കൊണ്ടുവരാനുള്ളൊരു നിവർത്തി ഇല്ലാത്തൊരു പ്രശ്നമായിരിക്കാം, മനസ്സിലായില്ലേ, പലരും ഫേസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പ്രശ്നം ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലേ, നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല, പോയിട്ട് എടുത്തുകൊണ്ട് വന്ന് റെഡിയാക്കി കുട്ടപ്പനാക്കി തിരിച്ചെത്തിക്കും. അതേപോലെ തന്നെ പ്രൂഫ് സഹിതം അല്ലേ, വീഡിയോ എടുത്ത് പ്രൂഫ് സഹിതം നിങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്യും. ഒരു വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് ഇപ്പോൾ ഇതുപോലെ ക്ലീനൊക്കെ ചെയ്ത് ഇറങ്ങാനായിട്ട് എത്ര നേരം എടുക്കും കറക്റ്റ്? ഇപ്പോൾ ഒരു ചെറിയ ഇതുപോലത്തെ ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ചെറിയ വണ്ടി അത്യാവശ്യം വലിയ അടുക്കൊന്നുമില്ലാത്തണെങ്കിൽ ഒരു 1.5 മണിക്കൂർ. ആ ഓക്കെ. ആ ഇതിൽ ചില വണ്ടികൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഫുഡ് അകത്തിട്ട് മാക്സിമം നമ്മൾ വണ്ടിക്കകത്ത് ഫുഡ് ഇടാതിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് ഫുള്ള് കയറും. പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. ആ ഫുഡ് ഐറ്റംസ് കിടക്കുമ്പോഴാണ് കൂടുതൽ എലിയും കയറുന്നത്. അതെ അതെ, ഉറപ്പായിട്ടും സ്വാഭാവികം. കഴിഞ്ഞാൽ പിന്നെ ഡാഷ്ബോർഡ് കയറി ആ വയറിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം നശിപ്പിക്കും. അതെ, ഇപ്പം മാക്സിമം നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിന്റെ വേസ്റ്റ് വെളിയിലിടാൻ നോക്കുക. പൊതുവെ എല്ലാവരും കഴിച്ചിട്ട് താഴെ തന്നെ ഇടും. കാരണം ഈ ഫ്ലോർ ഇടുന്ന സമയത്തെ കാരണം അതിന്ന് ഓരോ ക്രിമികൾ പിള്ളേരെ കാലിലും അത് ഈ ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ അതെ അതെ. അതല്ല ആ സാധനം കിടക്കുമ്പോഴത്തേക്കേ അത് കിടക്കുന്നതനുസരിച്ച് പൂപ്പനോട് അടിച്ചു തരും. അത് ശരിയാ. മാക്സിമം നമ്മൾ അത് ആദ്യം ശ്രദ്ധിക്കണം. ഇത് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നലെ വൈകിട്ട് വണ്ടി ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ ഇന്നിപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റി സ്റ്റുഡിയോ ക്യാപ്റ്റാണ് ഇട്ടേക്കുന്ന വണ്ടി. എന്തായാലും ഇൻറ്റീരിയറൊക്കെ നല്ല രീതിക്ക് ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. നിങ്ങൾക്ക് എന്തുമാത്രം ഈ ഒരു ക്യാമറയിലൂടെ കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻറ്റീരിയർ. ഫുൾ വാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻറ്റീരിയർ അടക്കമാണ് ആക്ച്വലി അവർ ക്ലീൻ ചെയ്ത് തരുന്നത്. ആദ്യം വാക്കം ചെയ്യും, അതിനുശേഷം എന്താ പറയുക ഇൻറ്റീരിയർ ക്ലീനർ വെച്ചിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി വയ്ക്കും. ഇനിയാണ് ആക്ച്വലി വാഷ്. അത് ഫോം വാഷാണ്, കൂടാതെ അണ്ടർ വാഷും ഉണ്ട് കേട്ടോ. അങ്ങനെ വാഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് റഫായിട്ട് വാഷ് ചെയ്യില്ലേ, അതിനുശേഷം പിന്നെ ടയർ ഇതിൻ്റെ വീലാർച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് ബ്രഷ് ഇട്ട് ടയർ ഫുള്ള് ബ്രഷ് ഇടും. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നമ്മുടെ സോപ്പ് ഓയിലുണ്ട്, ഇതിന് വേണ്ടി മാത്രമുള്ള സോപ്പ് ഓയിലുണ്ട്, അത് ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തൊന്ന് ക്ലീൻ ചെയ്യും. കാരണം ഡീസൽ ഉപയോഗിച്ചിടും. ഡീസൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് ഇതിൻ്റെ കളർ മങ്ങിപ്പോവും. അപ്പോൾ ഇതിന് വേണ്ടി മാത്രമായിട്ടുള്ള സോപ്പ് ഓയിൽ നമ്മൾ എടുക്കും. ഷാമ്പു എടുത്തിട്ട് ബോഡിക്ക് വേറെ ഷാമ്പു ഉണ്ട്, ഇതിന് വേറെ ഉണ്ട്. അത് ഉപയോഗിച്ച്
വണ്ടി ഫുള്ള് ഫോം അടിച്ച് വീലാർസും തേച്ച് അണ്ടർ ബോഡി അടിച്ച് തേച്ചിറക്കി വരും. ആ ഓക്കെ ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻസൈഡ് ക്ലീനിങ് ഉണ്ട്. ആ ആ ആ ഇൻസൈഡ് ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ നമ്മൾ വണ്ടിക്കകത്തേക്ക് റോഡൊന്നും അടിച്ച് ചെയ്യുന്ന ഡസ്റ്റ് എല്ലാം കൂടെ ഈ ഇൻസൈഡിലൂടെ കയറിയിരിക്കും. റബ്ബർ വീഡിങ്ങിൽ കാര്യങ്ങളൊക്കെ ആ ആ ഓക്കെ ഓക്കെ. അത് ഫുള്ള് നോക്കി ക്ലീൻ ചെയ്ത് ഓക്കെ. കൊടുക്കണം. അപ്പോൾ ടയറെല്ലാം നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഫോം വാഷിനുള്ള തയ്യാറെടുപ്പുകൾ. ആ അതിലും ഇത് ഷാമ്പു ആടി. ഓക്കെ ഓക്കെ. രണ്ടും കൂടെ ഓവർ കട്ടിയായിക്കണം. അതെ അതെ. വെറുതെ സോപ്പിട്ടിട്ടും കാര്യമില്ലല്ലോ അല്ലേ? ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോഡിയിലിപ്പോൾ ആദ്യത്തെ കോട്ടിങ് നിൽക്കും. അത് നിർത്തിയിട്ട് ഒന്ന് മറ്റേ ക്ലോത്തിൽ അല്ലാതെ ഷാമ്പു വരും. ഓക്കെ. വണ്ടി ഫുള്ള് പകഞ്ഞ് അഴുക്കങ്ങളാവും. ഈ അഴുക്കളാവും. ഡീറ്റെയിലിംഗ് ഒക്കെ ഇവിടെ ചെയ്യുന്ന ഷീൻ തന്നെയാണല്ലോ അല്ലേ? കോട്ടിങ്ങും ഡീറ്റെയിലിങ്ങിനെ കൊണ്ടുവന്നാൽ എത്ര ദിവസം എടുക്കുമായിരിക്കും ഇതുപോലുള്ള വണ്ടിയൊക്കെ? കാറുകളാണ്. ആ കാറൊക്കെ ആണെങ്കിൽ കാറ് സെറാമിക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു 3 ദിവസം മാക്സിമം 3 ദിവസം വേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പോളിഷ് കഴിഞ്ഞ് നമുക്ക് ആ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ തൊടാൻ പാടില്ല. ആ ഓക്കെ ഓക്കെ. ബോഡിയിൽ ആരും ടച്ച് ചെയ്തില്ല. ഓക്കെ. കാരണം അതിന് അത്രയും പവറുണ്ട്. പൊടി വെറ്റാൻ പാടില്ല. മനസ്സിലായി. ആ നമ്മൾ ആ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതിനകത്ത് ഇറങ്ങും. ഓക്കെ. ആ ആ. ഞാൻ 3 ദിവസം കഴിഞ്ഞ് അതിനകത്ത് ആൾ ചേർത്തുള്ളൂ. ഓക്കെ. നോർമൽ പോളിഷ് ആണെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ രാവിലെ വണ്ടി കിട്ടണേ വൈകിട്ട് തന്നെ കിട്ടും. പോളിഷ് ഇൻറ്റീരിയർ കഴിഞ്ഞു. ഇപ്പോൾ ബൈക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ ബുള്ളറ്റൊക്കെ ആണെങ്കിലും 3 ദിവസം വേണ്ടി വരും അല്ലേ? 3 ദിവസം എടുക്കും. സെറാമിക് ആണെങ്കിൽ. ആ ഓക്കെ. പോളിമർ അല്ലെങ്കിൽ നോർമൽ പോളിഷ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. സെറാമിക് നമ്മൾ ചെയ്താലുള്ള ഉപയോഗം എന്താണ്? കൂടുതലും നമ്മുടെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ വെച്ചാൽ വെള്ളം പിടിക്കത്തില്ല. ഓക്കെ. ആ ആ ആ. വെള്ളം പിടിക്കത്തില്ല. അതല്ല ഓവർ ഹീറ്റ് ആവത്തില്ല വണ്ടി. അതായത് നമ്മൾ ഈ വെയിലത്തോണ്ട് വെച്ചാലും ബോഡിക്ക് ഡാമേജ് ചെയ്തു. ഉള്ളിലേക്ക് അതുപോലെ ഉള്ളിലേക്ക് ചൂട് വരത്തില്ലല്ലേ? നമ്മൾ ഈ PPF അടിക്കുമ്പോഴത്തേക്കും പ്രൊട്ടക്ട് ചെയ്തേക്കില്ലേ? ആ ഓക്കെ ഓക്കെ. ആ ഒരു അതിന്റെ ഒരു ഇവിടെ PPF വരുന്നുണ്ടോ? PPF ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. ഓക്കെ. PPF ആണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നല്ലേ? സെറാമിക് ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രാച്ച് അങ്ങനെ എന്തെങ്കിലും സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണോ? പിന്നെ അതിനൊക്കെ തന്നെ നമുക്കിപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു വണ്ടിയുടെ ഏതെങ്കിലും സൈഡ് പിടിച്ച് രണ്ടാമത് റീപെയിന്റ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ സൈഡ് വീണ്ടും പിന്നെയും ചെയ്ത് കൊടുക്കും ക്ലിയർ ആയി. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ അവരായിരിക്കും അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ആ സൈഡ് മാത്രം ഇല്ലല്ലോ എന്നുള്ള ഒരു ഇതാർക്ക് വരൂല. അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ. അത് ഓരോരോ ഓഫറായിട്ടുണ്ട്. കാരണം 3 വർഷത്തെ വാറണ്ടി ഉള്ളതുണ്ട്, 2 കൊല്ലത്തതുണ്ട്, ഓക്കെ, 1 ഇയറും ഉണ്ട്. കൂടുതലും 3 വർഷത്തിന് ചെയ്യുന്നത്. കാരണം അതൊറ്റ പേയ്മെന്റ് ആണ്. പക്ഷെ 3 കോട്ടിങ് വരും. ഓക്കെ. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരെണ്ണം ആദ്യം നല്ല രീതിക്ക് വണ്ടി വാഷ് ചെയ്ത് അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഡയറക്റ്റ് പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്തിട്ട് ആ എയർ അടിച്ച് പൊടി എത്രയും കളഞ്ഞതിന് ശേഷം ഫുള്ള് നോക്കും. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഡസ്റ്റൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സെറാമിക് അപ്ലൈ ചെയ്യും. ഓക്കെ. അതേ സെയിം മെത്തേഡ് തന്നെ ഈ 2 റീകോട്ടിങ് പിന്നെ രണ്ടാമത് മൂന്നാമത് വരുമ്പോൾ ഇതൊക്കെ എത്ര കാലയളവിലാണ് ഈ രണ്ടാമത് മൂന്നാമതൊക്കെ വരേണ്ടത്? 1 ഇയർ കറക്റ്റ്. 1 ഇയർ. ഓക്കെ. ഒരു കൊല്ലം ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഒരു കൊല്ലം ഇപ്പം ഒരു 5 ഹെക്ടർ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ റീകോട്ടിങ് ഞാൻ അതിന് ഒരെണ്ണം അവിടെ ഉണ്ട്. ഓക്കെ. അതിന് എന്നായിരിക്കും അടുത്ത 1 കൊല്ലം കഴിയുമ്പോൾ? 1 കൊല്ലം. ഓക്കെ. ഈ 3 കൊല്ലത്തിൽ എടുക്കുമ്പോഴത്തേക്ക് ഓരോ വർഷവും അല്ലേ റീകോട്ടിങ് ഉണ്ടാവും? റീകോട്ടിങ് ഉണ്ടാവും. വാഷിംഗ് ഫ്രീ ആണ്. ഓക്കെ ഓക്കെ. ഇത് 1 ഇയർ കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലം കഴിയുമ്പോൾ പിന്നെ ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ എഫക്റ്റ് നിൽക്കും. പക്ഷെ പിന്നെ അവർക്ക് ഒന്നുകൂടെ ആ പഴയ നമ്മളാ ചെയ്തെടുത്ത ഒരു ഇത് പിന്നെ വേണമെന്ന്. പക്ഷെ ഒറ്റ പേയ്മെന്റിൽ നമുക്ക് 3 തവണ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റ തവണ അറിഞ്ഞാൽ. അതെ അതെ.
പിന്നെ അവർക്കൂടെ വണ്ടി കൊണ്ടിടുന്ന പാടേ ഉള്ളൂ. അതെ, നമ്മളതിനെ കൊടുത്താലും മതിയല്ലേ. അതെ. 3 ദിവസം വണ്ടി ഇവിടെ കിടക്കും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ അതൊരു ഉപയോഗമുണ്ട്. അതെ, സെറാമിക് കഴിയുമ്പോഴത്തേക്ക് അകത്തും വരുന്നൊരു ചൂടാണ്. പിന്നെ റൂഫ് ക്ലീനിങ് വരുന്നുണ്ട്. ചെയ്യേണ്ട മെയിൻ കാര്യമാണ് റൂഫ് ക്ലീനിങ്, എ സി ക്ലീനിങ്. ഓക്കെ. എ സിയിനകത്ത് അധികം ആരും അങ്ങനെ അറിഞ്ഞൂടാ. അതിനകത്തൊരു ഫോം മെത്തേഡ് ഉണ്ട്. ഓക്കെ. ഫോം അടിച്ചിട്ട് കുറച്ചൊരു വണ്ടി എ സി ഓണാക്കിയിട്ടേക്കും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അഴുക്കുകളെല്ലാം വെളിയിൽ വരും. അത് ഫുള്ള് തുടച്ച് ക്ലിയർ ചെയ്ത് നല്ല പണിയാണ് എന്തായാലും. പണി ആവശ്യം പോലെ ഉണ്ട്, വർക്കിൽ തന്നെ ഒരുപാടുണ്ട്. കൂടുതലും വന്നു പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കുക. ചിലർ വരും വണ്ടി ചെയ്യണം പോയാൽ മതി എന്നുള്ളൊരു പഞ്ചായത്ത് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് കിട്ടണം. പക്ഷെ ചിലവരങ്ങനല്ല, ചിലർ വന്ന് തന്നെ അത് ആദ്യം നോക്കുന്ന പെയിന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിയും. വണ്ടിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് സെറാമിക് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി എടുത്ത് അതേപോലെ ഇരിക്കും അല്ലേ, പുതിയ കണക്ക് ഇരിക്കും. വെള്ളം പിടിക്കാതിരിക്കുമ്പോൾ നമുക്ക് പണി കുറവാണ്. അതെ, നമുക്കൊരു ക്ലോത്ത് വെച്ചെന്ന് കഴിഞ്ഞാൽ നൈസായിട്ട് വൈപ്പ് ചെയ്തെടുത്തായി. അത് ശരിയാ. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടച്ച് അപ്പൊ ഇൻ കേസ് ചെളിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വെള്ളം അടിച്ച് മതി. പൊക്കോളും, ചെളിയും വെള്ളത്തിലേക്ക് സ്ക്രാച്ച് ആവത്തില്ലല്ലേ? ഓക്കെ. കാരണം അതിന്റെ മണ്ടയിൽ ആ സാധനം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതും നമ്മൾ PPF കണക്കുന്ന ഒരു കവർ കണക്കുന്ന സാധനം നിൽക്കുന്നു. നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, കാണാൻ പറ്റത്തില്ല. അത് ഓവറായി കഴിഞ്ഞാലും പണിയാണ്. നോക്കി കവറാണ് കൃത്യമായിട്ടുള്ള ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബോഡിയിലെ പെയിന്റ് വരെ ഒരുക്കി പോകണം സാധനം. അപ്പൊ അത്രയും നമ്മൾ അടിപൊളിയായിട്ട് നോക്കി ചെയ്യണം. അതെ, അതിനുവേണ്ടി ഒരു ദിവസം ഫുള്ള് മാറ്റേണ്ടി വരും. ഒരു വണ്ടി സെറാമിക് വന്നു കഴിഞ്ഞാൽ. ഓക്കെ. ഫൈനലി ഫോം എല്ലാം നല്ല രീതിക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വാഷ്. അടിയാണ് ഇപ്പോൾ എന്തായാലും വാഷ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വാഷ് യൂസ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ വണ്ടി അടിപൊളി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. പുറമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കണ്ടോ, നല്ല ക്ലീൻ ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഇന്നലെ ഒരു ചെറിയ ലോങ് പോയ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അകത്ത് നോക്കാം. ഇൻറ്റീരിയറും നല്ല അടിപൊളിയാക്കി കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ വണ്ടികൾ, ഇനി കാറായിക്കോട്ടെ, സ്കൂട്ടർ ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, ഓട്ടോ ഏതായാലും നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് വൃത്തിയാക്കി അടിപൊളിയായി വൃത്തിയാക്കി കൊണ്ടുപോകാവുന്നതാണ്. KL16 ഗ്യാരേജിനെ കോൺടാക്റ്റും ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.